നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ശമ്പള ദിനം ആശങ്കയിൽ. കറൻസി ക്ഷാമം രൂക്ഷമായതോടെ ശമ്പള വിതരണ പ്രതിസന്ധിയിൽ ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളും. റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ട 1000 കോടിയിൽ ലഭിച്ചത് 500 കോടി മാത്രമെന്ന് തോമസ് ഐസക്. സംസ്ഥാനത്തെ 42 ട്രഷറികളിൽ പണം എത്തിയില്ലെന്നും വിശദീകരണം. അതേസമയം പണം തീരുമെന്ന് കരുതി നൽകുന്ന തുക കുറയ്ക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം. ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും പെൻഷൻ വിതരണത്തിനും പണം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരെന്നും തോമസ് ഐസക്. കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ പ്രതിസന്ധിയെന്ന് റിപ്പോർട്ട്. പരിശോധന ശക്തം. സംസ്ഥാനത്തെ അനധികൃത നിക്ഷേപങ്ങളിൽ പിടിമുറുക്കി കേന്ദ്രം. കേരളത്തിലെ സംശയകരമായ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ആദായനികുതി വകുപ്പ് അന്വേഷണം. കറൻസി പരിഷ്കരണത്തിന് ശേഷം വൻതോതിൽ നിക്ഷേപം കുമിഞ്ഞുകൂടിയെന്നതിനെ തുടർന്നാണ് പരിശോധന. അതിനിടെ പഴയ 500 രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതിന് പ്രഖ്യാപിച്ച ഇളവ് പിൻവലിച്ച് സർക്കാർ. പെട്രോൾ പമ്പുകളിലും വിമാന ടിക്കറ്റിനും 500 രൂപയുടെ പഴയ നോട്ടുകൾ സ്വീകരിക്കുക നാളെ വരെ മാത്രം. നേരത്തെ ഈ മാസം 15 വരെയായിരുന്നു ഇളവ്. പടക്കശാലയിൽ പൊട്ടിത്തെറി. ചെന്നൈ തിരുച്ചിറപ്പള്ളിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 20 മരണം. അപകടം നടക്കുമ്പോൾ ഫാക്ടറിയിൽ 30ഓളം പേർ ഉണ്ടായിരുന്നതായി വിവരം. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമെന്നും റിപ്പോർട്ട്. രാവിലെ 7 മണിക്കുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം നൽകി അഗ്നിശമന സേനയും പോലീസും. പൂർണ്ണമായും തകർന്ന കെട്ടിടത്തിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയത്തിൽ തിരച്ചിൽ തുടരുന്നു. നേതാവിന് പിന്നെയും ജാമ്യമില്ല. കൊച്ചി ക്വട്ടേഷൻ കേസിൽ CPM നേതാവ് സക്കീർ ഹുസൈന്റെ ജാമ്യാപേക്ഷ തള്ളി. കേസ് അന്വേഷണത്തിന് പ്രതിയുടെ കസ്റ്റഡി അനിവാര്യമെന്ന് ഹൈക്കോടതി. ക്രിമിനൽ പശ്ചാത്തലം പരിഗണിച്ച് ജാമ്യം അനുവദിക്കാനാകില്ലെന്നും കോടതി ഉത്തരവ്. വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കളമശ്ശേരി ഏരിയ സെക്രട്ടറി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കീഴടങ്ങിയത് നവംബർ 17-ന്. ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഡിസംബർ 1 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. വീണ്ടും ഹാക്കിംഗ്. കോൺഗ്രസിന്റെയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും ട്വിറ്റർ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വീണ്ടും സൈബർ ആക്രമണം. ഔദ്യോഗിക അക്കൗണ്ട് ഹാക്ക് ചെയ്ത സംഘം രാഹുലിനും നേതാക്കൾക്കുമെതിരെ നടത്തിയത് അസഭ്യ പരാമർശങ്ങൾ. സംഭവത്തെ തുടർന്ന് രാഹുൽ പോലീസിൽ പരാതി നൽകി. അതേസമയം വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. രാജ്യത്ത് സൈബർ സുരക്ഷിതത്വം ഇല്ലെന്നും പ്രധാനമന്ത്രി ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയെന്നും ആക്ഷേപം. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതികരണം. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ, പവൻ 21,600 രൂപ. വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.